ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫൺ ചലഞ്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 4 കളേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കളർ സെലക്ട് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം മൊത്തം ആ കളർ വെച്ചിട്ടുള്ള ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്കിവിടെ യെല്ലോ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ യെല്ലോ ഫുഡ് വാങ്ങാൻ വേണ്ടി ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടാട്ടോ ഉള്ളത്. ഫസ്റ്റ് തന്നെ ഞാൻ മേഗിയാണ് എടുക്കുന്നത്, കാരണം മേഗി ഈസ് മൈ ഫേവറേറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടം മേഗിയാണ്. അതിനുശേഷം ഞാനൊരു യെല്ലോ നബാട്ടി ആട്ടോ എടുക്കുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് എത്തി. ഞാൻ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബട്ടറിലോട്ട് പഴവും മുട്ടയും കൂടി ആക്കിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അതിനുശേഷം ഞാനൊരു മാംഗോ ലസ്സി ആട്ടോ കുടിക്കുന്നത്. ഈ മിൽമയുടെ മാംഗോ ലസ്സി ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഡെയിലി കുടിക്കുമായിരുന്നു. ഹോസ്റ്റലിൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇപ്പോൾ ആട്ടോ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു യെല്ലോ കേക്കും കഴിച്ചു കേട്ടോ. ഇത് ഞാൻ പോയപ്പോൾ വാങ്ങിയതാണ്, യെല്ലോ കളർ കേക്ക് കണ്ട് വാങ്ങിയതാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ബട്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ലഞ്ചിൻ്റെ ടൈം ആയപ്പം എന്തെങ്കിലും ഒരു യെല്ലോ കളർ റൈസ് ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ലെമൺ റൈസ് ആക്കാനാണ് വിചാരിച്ചത്, പക്ഷേ അതെനിക്ക് ആക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എഗ് റൈസ് ആക്കി. പക്ഷെ ആയി വന്നപ്പോൾ നല്ല യെല്ലോ കളർ ഉണ്ടായിരുന്നു. യെല്ലോ കളറായത് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കാരണം ഞാൻ മല്ലിച്ചപ്പൊക്കെ വാരിയിട്ട് എന്തൊക്കെയോ ഒരു രീതിയിൽ, എൻ്റെ ഒരു രീതിയിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എഗ് റൈസൊക്കെ കഴിച്ച് ഞാനിങ്ങനെ ഒരു നബാട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പം എനിക്ക് ആ നബാട്ടി തീരെ ഇഷ്ടപ്പെട്ടില്ല. വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. എന്നിട്ട് ഞാൻ വേറൊരു സാധനം എടുത്ത് കഴിച്ചു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല മഴ. അപ്പം ഞാനൊരു ചൂട് മേഗി അങ്ങ് ആക്കി കഴിച്ചു കേട്ടോ. മേഗി എൻ്റെ ഫേവറേറ്റാണ്. ഏത് സമയം തന്നാലും ഞാൻ ഈ മേഗി കഴിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 50-50 ബിസ്ക്കറ്റും കഴിച്ചു കേട്ടോ. മസ്ക ചസ്ക ബിസ്ക്കറ്റില്ലേ, ഇതിൻ്റെ പേര് എന്താ അടിപൊളിയല്ലേ, ബിസ്ക്കറ്റിനേക്കാൾ അടിപൊളിയാണ് എൻ്റെ പേര്. അതിനുശേഷം ഞാൻ സ്വീറ്റ് കോൺ ആട്ടോ ആക്കുന്നത്. ഞാൻ ഈ സ്വീറ്റ് കോൺ ആക്കുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് എക്സ്ട്രാ കാണിക്കുന്നില്ല. ബട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് ഈ സ്വീറ്റ് കോൺ കഴിക്കാൻ. പിന്നെ അതിനുശേഷം ഒരു മൂവി കാണാൻ പ്ലാൻ ഉണ്ടായതുകൊണ്ട് തന്നെ പോപ്കോൺ ആക്കാൻ തീരുമാനിച്ചു കേട്ടോ. പക്ഷേ പോപ്കോണിന് ഇത്രയും വലിയ പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് ഇവിടെ മൂടിയുള്ള പാത്രം ഇത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, അതുകൊണ്ട് ഇതിലാക്കി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.